നാരായണ നാരായണ നാരായണ. ശ്രീ സീതാരാമചന്ദ്രാഭ്യാം നമോ നമ. ശ്രീമദ് അധ്യാത്മരാമായണം ബാലഭാഷിതം. അതിൽ ബാലകാണ്ഡത്തിൽ 6ഉം 7ഉം 2 അധ്യായങ്ങളിപ്പോൾ പാരായണം ചെയ്യണു. ശ്രീരാമൻ, ലക്ഷ്മണൻ ഇവർ വിശ്വാമിത്രനാൽ ആനയിക്കപ്പെട്ടുകൊണ്ട് ഈ മിഥില രാജ്യത്ത് എത്തുന്നു. ശിവധനുസിനെ ഭഞ്ജിക്കണു, പൊട്ടിക്കണു, സീതയെ വിവാഹം കഴിക്കണു. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ കഴിഞ്ഞ് തിരിച്ച് അയോധ്യയിലേക്ക് തന്നെ യാത്ര ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. ഓം. ബാലകാണ്ഡം സർഗം 6, അധ്യായം 6. ധനുർഭംഗം, വിവാഹം. സൂതൻ പറഞ്ഞു: ഓം. പിന്നീടു രാജർഷി കൗശികൻ ശ്രീരാമലക്ഷ്മണന്മാരോടു ചൊല്ലി യഥാവിധി പോകാം ജനകൻ ഭരിക്കും മിഥിലയിൽ യാഗത്തെ വീക്ഷിച്ചു പോരാം രഘുവരാം. രാജാജനകഹിതം ചെയ്ത അയോധ്യയിൽ പോകാമെന്നോതിട്ടു ഗംഗ കടക്കുവാൻ തോണിയിൽ കയറാൻ തുടങ്ങുന്ന നേരത്ത് തോണിക്കാരൻ തടഞ്ഞിങ്ങനെ ചൊല്ലിനാൻ: കല്ലും മരവും രഘുരാമന് സമം, കല്ലും മരവും രഘുരാമന് സമം. പക്ഷേ എൻ തോണി എനിക്കെന്നും മുഖ്യമാം. നാഥായി പാദം കഴുകും ഞാൻ കാരണം മാനുഷനാക്കും പൊടിയുണ്ട് കാൽകളിൽ. നാവികൻ ചൊല്ലി ഈ തോണി സ്ത്രീയാവുകിൽ ഞാൻ പോറ്റിടേണ്ടോർ വിശന്നു കരഞ്ഞിടും എന്നോതി ഗംഗാജലം കൊണ്ടു തൃപ്പാദം ശുദ്ധമാക്കി പിന്നെ കയറ്റി ആ നൗകയിൽ. തോണി തുഴഞ്ഞു പുഴ കടന്നു അവർ നേരെ മിഥിലയിലെത്തിനാൻ മൂവരും. താമസിക്കുന്ന സ്ഥലത്തെത്തി രാമനും ദൂതനീ വാർത്ത അറിയിച്ചു രാജനെ. വിശ്വാമിത്ര മുനി ആഗതനായെന്നു കേട്ടു പൂജാദ്രവ്യമെല്ലാം എടുത്തുടൻ സാഷ്ടാംഗം വീണു നമിച്ചു ശതാനന്ദ രാജഗുരുവൊത്ത് പൂജിച്ചു സാദരം. സൂര്യചന്ദ്രന്മാരെ പോലെ ഇരിക്കുന്ന ദിക്കുകൾ ദ്യോതിപ്പിക്കുന്ന കുമാരരെ കണ്ടു ജനകനും ചോദിച്ചു സാദരം: ദേവന്മാരാരിവർ കൗശിക ബ്രാഹ്മണ? നാരായണ നരന്മാരെ പോലുള്ളവർ പൂരുഷ സിംഹങ്ങൾ ആരുടെ ഉണ്ണികൾ? എൻ മനം തീർത്തും കുളിർ പകർന്നിടുന്നു എന്നതു കേട്ടപ്പോൾ തോഷിച്ചു കൗശികൻ. ഉത്തരമേകി ഇവർ 2 സോദരർ കോസലരാജൻ ദശരഥപുത്രരാം. യാഗരക്ഷാർത്ഥം അയോധ്യയിൽ നിന്നു ഞാൻ കൊണ്ടുവരും വഴി രാമൻ മഹാൻ ക്ഷണം. കേവലം ഒറ്റ ബാണം കൊണ്ടു താടകാരാക്ഷസിയെ വധം ചെയ്തു ലീലാരഥൻ. യാഗവിഘ്നം ചെയ്യാൻ വന്ന സുബാഹുവെ കൊന്നു രഘുവരൻ. പിന്നെ മാരീചനെ യോജന 100 കടത്തി കടലിലും കൂട്ടാളി രാക്ഷസ വൃന്ദത്തെയൊക്കെയും. ലക്ഷ്മണ സോദരർ കൊന്നു എളുപ്പമായി യജ്ഞവും മംഗളമായി തീർന്നു ഭൂപതേ. ഗൗതമ പത്നി അഹല്യയ്ക്കു മോക്ഷവും തൃപ്പാദസ്പർശത്താലേകി ശ്രീരാമനും. പൂജിക്കപ്പെട്ടു അഹല്യയാൽ ശ്രീരാമൻ ഗംഗ കടന്നിങ്ങു വന്നു മിഥിലയിൽ. ശൈവചാപം കാണാനാഗ്രഹമുണ്ടേറ്റം മറ്റു രാജാക്കൾ അനേകം ശ്രമിച്ചതാം. അത്യുത്തമം വില്ലു കണ്ടിട്ട് അയോധ്യയിൽ പോകാമെന്നൊക്കെ കരുതിക്കൊണ്ടാണിവർ. കൗശികൻ ചൊന്നതു കേട്ട ജനകനും വേണ്ടും വിധം ഭക്ത്യാ പൂജിച്ചു രാമനെ. ബുദ്ധിമാനായൊരു മന്ത്രിയെ കൊണ്ടപ്പോൾ ശൈവചാപം കാട്ടാൻ കൽപ്പിച്ചു രാജനും. ജനകൻ പറഞ്ഞു: ത്രംബകം വില്ലിതിൽ ഞാണേറ്റുമെങ്കിലീ സീതയെ രാമനായി നൽകിടും കൗശിക. പുഞ്ചിരിച്ചും കൊണ്ടു കൗശികൻ സമ്മതം മൂളി ഈ രാമനായി വില്ലു കാട്ടിയിടുക.
എന്നരുൾ ചെയ്ത സമയത്തമാലന്മാർ 5000 പേർ ചുമക്കുന്ന വില്ലുമായി എത്തി അലങ്കൃത സുന്ദര ഗംഭീര ചാപത്തെ വജ്രരത്നാദി പൊതിഞ്ഞതായി 100 കണക്കിൻ മണികളും തൂക്കിയ ചാപം യഥാസ്ഥാനം വെച്ചിതു ഘോഷമായി കാട്ടി മഹാമന്ത്രി രാമനെ കുമ്പിട്ടു വന്ദിച്ചു നോക്കി ധനുസ്സിനെ രാമനും വസ്ത്രം മുറുക്കി ഇടതു കൈകൊണ്ട ഹോലീല എന്നോണമുയർത്തി ധനുസ്സിനെ രാജാക്കളൊക്കെ മിഴിച്ചു നോക്കിയിടവേ ഞാൻ വലിച്ചൊന്നു മുറുക്കി ബന്ധിച്ചുടൻ തൻ്റെ വലത്തു കരത്താൽ മൃദുവായി ഞാണിൽ പിടിച്ചു വലിച്ചു വിട്ടു വിഭു. അപ്പോഴേക്കും വില്ലു പൊട്ടി മഹാഘോര ശബ്ദത്താൽ മൂലോകം മൊത്തം നടുങ്ങവേ ദേവന്മാരെല്ലാരും അത്ഭുതപ്പെട്ടുടൻ പുഷ്പവൃഷ്ടി ചെയ്തു വാദ്യം മുഴക്കിയും പാടി സ്തുതിച്ചു സുരനാരിമാർ നൃത്തമാടിയും ഘോഷമായി ഹർഷാരവത്തോടെ വില്ലു മുറിച്ചതു കണ്ട ജനകനും വാരിപ്പുണർന്നഭിനന്ദിച്ചു രാമനെ. അന്തഃപുരത്തിലെ മാതാക്കളും സീതാദേവിയെ ശ്ലാഘിച്ചും വിസ്മയിച്ചു തഥാ പുഞ്ചിരി പൂണ്ട് സുന്ദരി സീതയും രാമനെ നേത്രോൽപലമാല ചാർത്തിയും സ്വർണവർണ്ണ തനു പട്ടുവസ്ത്രങ്ങളാൽ മൂടിയും പിന്നെ അരഞ്ഞാണം കമ്മലും നൂപുരവും രത്നമാലയും കങ്കണം മോതിരം ഓഡ്യാണം മറ്റു പണ്ടങ്ങളും ഇങ്ങനെ സർവവിഭൂഷിതാലങ്കൃത താമര കയ്യാൽ സ്വയംവരമാലയെ രാമന്റെ കണ്ഠത്തിൽ ചാർത്തി വധുവായി സന്തോഷം കൊണ്ടു മതി മറന്നേവരും ലോകമനോഹര രൂപത്തിൽ രണ്ടാളും മോഹിപ്പിക്കുന്നു സകല ജനത്തെയും. മാതാക്കളും ഹർഷോന്മാദത്തിലാഴ്കവേ കൗശികനോടായി പറഞ്ഞു ജനകനും എത്രയും പെട്ടെന്നു രാജാ ദശരഥൻ മറ്റുള്ള പുത്രരും പത്നിമാരും കൂടെ മന്ത്രിമാരും മറ്റുമെത്തുവാൻ പാകത്തിൽ കത്തയച്ചിടണം വിശ്വാമിത്ര മുനെ. അങ്ങനെ തന്നെ എന്നോദിയ കൗശികൻ ദൂതനെ വിട്ടു അയോധ്യയിൽ രാമന്റെ നേട്ടങ്ങളെല്ലാം നൃപനെ അറിയിച്ചു തുഷ്ടനാക്കി യാത്ര വേഗത്തിലാക്കുവാൻ. ആനാരഥ ഹയദാസികൾ കാലാളും പോകട്ടെ എന്നപ്പോൾ കൽപ്പിച്ചു ഭൂപതി. തൻ്റെ രഥവും സ്വപത്നിമാരും കൂടെ ഔപാസനാഗ്നിയുമൊത്ത് വസിഷ്ഠനും കൈകേയി പുത്ര ഭരതനും ശത്രുഘ്നൻ കൂട്ടുകാർ മന്ത്രിമാർ പൗരരും മറ്റുമായി ഏറ്റം മഹത്തായ സേനയോടൊപ്പമായി വേഗം മിഥിലയിലെത്തി ദശരഥൻ. രാജാ ജനകൻ ശതാനന്ദ സദ്ഗുരു രാജാ ദശരഥനൊപ്പം വസിഷ്ഠനെ ആമോദപൂർവം യഥാവിധി പൂജിച്ചു വന്ദിച്ചു പുത്രരെ മാതാക്കളെ. തഥാ രാമനും ലക്ഷ്മണനൊപ്പം പിതാവിൻ്റെ പാദത്തിൽ വീണു നമിച്ചു യഥാവിധി. തുഷ്ടനാം താതൻ പറഞ്ഞു മകനോടായി രാജഗുരു ചൊന്ന വാർത്തയശേഷവും സീതയെ രാമനു നേടുവാൻ വേണ്ടുന്ന കാര്യങ്ങൾ മംഗളമാക്കുമീ കൗശികൻ എന്നു പറഞ്ഞതു സത്യമായി തീർന്നിപ്പോൾ എന്നോർത്തു രാമനെ ലാളിച്ചു ഭൂമിപൻ. ആനന്ദമൂർച്ഛയിൽ പെട്ടു ദശരഥൻ കണ്ടവർക്കൊക്കെ വളർത്തി മോദം ഹരി. ഉത്തമ മന്ദിരം തന്നിൽ ജനകനും ഭാര്യമാരൊത്തു വസിപ്പിച്ചു രാജനെ. നല്ല ദിവസവും നല്ല സമയവും കൃത്യം മുഹൂർത്തം ശുഭലഗ്നവേളയിൽ വേദവിധിക്കു വിവാഹം നടത്തുവാൻ നിശ്ചയിച്ചു അഗ്നിസാക്ഷിയായി ഭൂമിപൻ. പൂവും കുരുത്തോലമാല ഫലങ്ങളും മുത്തും പവിഴവും നല്ല വിധാനവും 4 കവാടത്തിൽ വെച്ചു കുലവാഴ ദീപങ്ങളും വെച്ചു നിർമ്മിച്ചു മണ്ഡപം. വേദജ്ഞർ ബ്രാഹ്മണർ തിങ്ങും സഭാതലം തന്നിലേക്കെത്തിച്ചു ശ്രീരാമചന്ദ്രനെ. മിന്നും ഉടയാട മഞ്ഞ നിറത്തിലും കങ്കണം തോൾവളഹാരം കിരീടവും കൗസ്തുഭം മോതിരം പൊന്നരഞ്ഞാണവും പൊൻചിലമ്പും മണിനൂപുരജാലവും
ഗോപിക്കുറിയും ഗോപിക്കുറിയും കളഭസുഗന്ധവും സർവം മയക്കുന്ന പുഞ്ചിരി ശോഭയും വാദ്യഘോഷങ്ങളും നൃത്തനൃത്യങ്ങളും സംഗീതവും തോഴിവൃന്ദവും തോഴരും മോദത്തോടെ വരും ആനയിച്ചു രത്നസിംഹാസനത്തിലിരുത്തി വരരെയും രാജഗുരുവാം സദാനന്ദ ബ്രാഹ്മണൻ കൗശികനെയും വസിഷ്ഠനെയും തഥാ പൂജിച്ചു രാമനിരുന്ന വശം ഹോമകുണ്ഡം ജ്വലിപ്പിച്ചു ഹോമം തുടങ്ങിനാൻ ഭാര്യാസമേതൻ ജനകൻ സ്വപുത്രിയെ രത്നാഭരണം വാൽ കണ്ണാടി ആടകൾ കണ്ഠസൂത്രം ഫലം താമ്പൂലം ദീപവും അഷ്ടമംഗല്യം സുമംഗലി വൃന്ദവും തോഴികളും മറ്റു സോദരീമാർകളും ഏറ്റം വിഭൂഷിത സീതാകുലോന്നത കല്യാണ മണ്ഡപം തന്നിലെത്തിയുടൻ നോട്ടം കൊണ്ടേവർക്കും നൽകി സന്തുഷ്ടിയും രാമപാദത്തെ കഴുകി ജനകനും വിഷ്ണുപാദേ തീർത്ഥമേറ്റു ശിരസ്സിലും ബ്രഹ്മശിവമുനിമാരും കൊതിക്കുന്ന പാദതീർത്ഥം തളിച്ചേവരും ശുദ്ധരായി അക്ഷതം പൂവും ജലവും സ്വപുത്രി തൻ കയ്യും പിടിച്ചു വിധിപ്രകാരം പിതാ പാണിഗ്രഹണവും ചെയ്യിച്ചു രാമനായി അഗ്നിയെ സാക്ഷിയായി വേദങ്ങൾ ചൊല്ലിയും എൻ്റെ മകൾ സീതാദേവിയെ ശ്രീരാമ തുഷ്ടനായി സ്വീകരിക്കണമെന്നോദിയും രാമൻ്റെ കൈകളിൽ സീത തൻ കൈവച്ചു വേൾപ്പിച്ചു ലക്ഷ്മിയെ വിഷ്ണു വരിച്ച പോൽ. സർവത്ര ശ്രീരാമനാമകീർത്തനം. ജയ ജയ രാമ രാമ. ജാനകി കാന്തസ്മരണം. ജയ ജയ രാമ രാമ. ജാനകി ജീവനസ്മരണം. ജയ ജയ രാമ രാമ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ആഞ്ജനേയസ്വാമിക്ക് ജയ്. ഓം. സീതാരാമ വിവാഹം, സീതാകല്യാണം വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നു എന്ന് പറയാണ്. ബാക്കിയുള്ള 3 പേർക്കും 3 വധുക്കളെ അവിടെ നിന്ന് തന്നെ തരാവണു. സ്വന്തം മകളായ ഊർമിളയെ പിന്നെ ലക്ഷ്മണനേകി ജനകൻ കൃതാർത്ഥനായി വേട്ടു നിമീതൻ അനുജൻ കുശധ്വജ പുത്രിയാം മാണ്ഡവീ ദേവി ഭരതനെ മറ്റൊരു പുത്രി ശ്രുതകീർത്തിയെ പിന്നെ ശത്രുഘ്നനായി കൊടുത്തു കുശധ്വജൻ. 4 വരന്മാരും 4 വധുക്കളും ദിക്പാലരെ പോൽ പ്രഭ തൂകി നിൽക്കവേ നാരദൻ സീതയെ പറ്റി പറഞ്ഞതാം സൽക്കഥ മാമുനിമാരോടോതി നൃപൻ. യജ്ഞത്തിനായി ഭൂമി സ്വർണ്ണക്കലപ്പയാൽ ചാരിടുമ്പോൾ കിട്ടി സീതയെ സാത്ഭുതം. ഓമനത്തമുള്ള പെൺകുഞ്ഞിനെ ഞാനൻ പത്നിക്കു നൽകി വളർത്തി സന്തുഷ്ടരായി. നാരദൻ തൻ്റെ മഹതിയാം വീണയിൽ നാരായണ നാമം പാടി ഒരിക്കലൻ ചാരത്തു വന്നെൻ്റെ പൂജയുമേറ്റുടൻ ദേവരഹസ്യം പറഞ്ഞു വിധിഹിതം. നാരദൻ പറഞ്ഞു, ദേവകാര്യം സാധ്യമാക്കുവാൻ വേണ്ടിയും ഭക്തരക്ഷയ്ക്കും പരാത്മാ ഹൃഷീകേശൻ മായാമനുജൻ്റെ വേഷം ധരിച്ചിപ്പോൾ ദാശരഥിരാമനായിട്ട് അയോധ്യയിൽ സോദരർ ലക്ഷ്മണ ഭരത ശത്രുഘ്നനും രാവണ നിഗ്രഹത്തിനായി ജനിക്കയും യോഗമായ ദേവി നിങ്ങൾക്കു പുത്രിയായി സീതയായി ചാരുത കാട്ടിക്കേറി ഹൃദി. എങ്ങനെയാകിലും സീതയ്ക്കു ഭർത്താവായി രാമനെ കിട്ടുവാൻ വേണ്ടതു ചെയ്യണം. പൂർവജന്മത്തിലും രാമൻ്റെ പത്നിയാം ലക്ഷ്മി സീത എന്നോദി മഹാഋഷി. ദേവലോകത്തേക്കു പോയന്നു തൊട്ടു ഞാൻ സീതയെ വിഷ്ണു പത്നി രമ എന്ന പോൽ കണ്ട. പിതാമഹ ഗേഹത്തിലുള്ളതാം ശൈവചാപം വീര്യശുൽക്കമാക്കി ഗുരോ. ആരി പിനാകത്തിൽ ഞാൻ കെട്ടി അമ്പയും ആപുമാൻ വേൾക്കട്ടെ സീതയെ എന്നോതി. എങ്കിലും മാമുനെ രാമനെ കണ്ടപ്പോൾ പന്തയം പോലും മറന്നുപോയി സീതയെ ശ്രീരാമനായി കൊടുക്കാൻ മനം വെമ്പി. ദേവഹിതമെൻ മഹാഭാഗ്യമിച്ഛയായി കൗശിക കാരുണ്യം കൊണ്ടല്ലോ രാമൻ്റെ പാദം കഴുകിക്കാൻ ഭാഗ്യമുണ്ടായതും.
മാബലി ശ്രീ ശിവൻ ബ്രഹ്മാവുമീ തീർത്ഥം കൈക്കൊണ്ടതു കൊണ്ടവർ മഹത്തുക്കളായി. ഗൗതമ പത്നി അഹല്യയും ശാപത്തിൻ മോചനം നേടിയതീ പാദധൂളിയാൽ. കാലചക്രത്തെ ജയിപ്പതും യോഗികൾ ഘോര സംസാര ഭയത്തെ തടുപ്പതും രാമനാമത്തിൻ പ്രഭയാൽ. ഇന്ദ്രാദിയും ദുഃഖശോകത്തെ മറക്കുന്നു സർവരും. ആ രാമനാമവും ശ്രീപാദപത്മവും ആശ്രയമാകുവാൻ രാമാ നമിപ്പു ഞാൻ. ഇങ്ങനെ രാജൻ സ്തുതി ചെയ്തു രാമനായി. 100 കോടി സ്വർണം 10,000 രഥം 10 ലക്ഷം അശ്വം കാലാൾ 1 ലക്ഷം 600 ആനയും 300 ദാസിയും ദിവ്യവസ്ത്രങ്ങളും രത്നഹാരങ്ങളും വാത്സല്യമോടെ ജനകനേകി മുതാ. വേണ്ട വിധം ശതാനന്ദൻ ദശരഥൻ ഗാധിസൂനു ഗുരു സോദരർ 4 വരെ പൂജിച്ചു കണ്ണു നിറച്ചു പരിവാരമൊത്തു വരവേ. വരഗേഹം പോരാൻ തുടങ്ങവേ. അമ്മമാർ സീതയെ ഓർമ്മിപ്പിച്ചിങ്ങനെ ഭർതൃപിതാമാതൃശുശ്രൂഷ താൽപര്യം രാമനെ സേവിക്കലെന്ന ദൃഢവ്രതം. പാതിവ്രത്യം കൊണ്ടും സൗഖ്യമായി വാഴണം. രാമസീതാഘോഷയാത്രാ സമയത്തു ചെണ്ട മൃദംഗ പെരുമ്പറ വാദ്യങ്ങൾ പുഷ്പവൃഷ്ടി ദേവഗന്ധർവഘോഷവും കേട്ടു അസത്തുക്കൾ മോഹിച്ചു വീണുപോയി. സർവം ശ്രീരാമാർപ്പണമസ്തു. ബാലകാണ്ഡം സർഗം 6-7 സർഗം 6 സമാപ്തം. സർവത്ര ശ്രീരാമനാമകീർത്തനം. ജയ ജയ രാമ രാമ. ശ്രീ ഗുരുവായൂരപ്പ. ഇനി 7ാമത്തെ സർഗം ശ്രീരാമന് സീതയെ ലഭിച്ചതും ആ സീതയ്ക്ക് ഈ ഭഗവാനുമൊത്തുള്ള ആ ജീവിതവും അതിൻ്റെ ഇടയ്ക്ക് പരശുരാമൻ വന്ന് ഈ വിഷ്ണു തേജസ് ശ്രീരാമന് കൊടുക്കുന്നതുമായിട്ടുള്ള രംഗങ്ങൾ. സൂതൻ പറഞ്ഞു: ഓം ശ്രീരാമനൊപ്പം വധൂവര സംഘവും യോജന 3 കടന്നപ്പോഴേ നൃപൻ കണ്ടു അപശകുനങ്ങൾ ഭയങ്കരം. ചോദിച്ചു രാജൻ ഗുരുവോടു സാദരം: ദുർനിമിത്തം വരാനെന്തുള്ളു കാരണം? ചൊല്ലി വസിഷ്ഠനും: പേടി വേണ്ട നൃപ, നാം കാണുമീ ഭയം വേഗത്തിൽ തീർന്നുടൻ. നന്മ വരുന്നതാം ലക്ഷണം കണ്ടു ഞാൻ. പശ്വാദികൾ വലം വയ്ക്കുന്നതു ശുഭം എന്നോദവേ കാറ്റുവീശി ഭയാനകം. കാഴ്ചയില്ലാതായിരുട്ടു നിറയവേ തേജപുഞ്ചം പോലൊരാൾ വന്നു മുമ്പിലായി. കോടി സൂര്യപ്രഭയുള്ള കാർവർണ്ണനായി. കയ്യിൽ പരശുവും കണ്ണിൽ കനലുമായി. വഞ്ചടാചൂടവും കാലാന്തക സമൻ. കാർത്തവീര്യാർജുനനെ കൊന്ന രാമനെ ഗർവിഷ്ഠ ക്ഷത്രിയ വൃന്ദം മുടിച്ചവൻ. രേണുകാപുത്രനാം ജാമദഗ്നി ഭൃഗുരാമനെ കണ്ടു ഭയചകിതൻ നൃപൻ. പേടിച്ചു കേണു ഹരിയെ വിളിച്ചുപോയി. ആദിത്യപൂജകൾ പോലും മറന്നൊരാ രാജൻ ഭയന്നു സാഷ്ടാംഗം നമിച്ചുടൻ. പുത്രരുടെ ജീവരക്ഷയെ യാചിച്ച വാക്കു ഗൗനിക്കാതെ രാമൻ ശ്രീരാമനെ കോപിച്ചു നോക്കി പുരീകം വളച്ചിട്ടു നിഷ്ഠൂരനായി അധിക്ഷേപവാക്കോതിനാൻ. എൻ്റെ പേരും വെച്ച് അഹങ്കാരം കാട്ടുന്ന നിന്നോടു ദ്വന്ദ്വയുദ്ധത്തിനായി വന്നു ഞാൻ. ജീർണിച്ച വില്ലു മുടിച്ചു പുലമ്പുന്ന രാമായി വൈഷ്ണവ ചാപം മുറുക്കുക. ഞാണിൽ ശരം തൊടുത്തെങ്കിലെന്നോടിപ്പോൾ യുദ്ധമാവാം ഇല്ലിൽ സർവനാശം ഫലം. ക്ഷത്രിയ ദുഷ്ടർ തൻ അന്തകൻ ഞാനിതി ചൊല്ലിയപ്പോൾ ഭൂമിയേറ്റം വിറച്ചുപോയി. പേടികൊണ്ടപ്പോൾ അവീടുള്ള സർവരും കണ്ണടച്ചീശനെ പ്രാർത്ഥിച്ചു നിൽക്കവേ. ശ്രീരാമൻ മന്ദസ്മിതത്തോടെ ഭാർഗവ രാമനിൽ നിന്നും വലിച്ചൂരിവില്ലതിൽ ഞാൻ കെട്ടി അമ്പും തൊടുത്തു പറഞ്ഞുടൻ: അല്ലയോ ബ്രാഹ്മണ, ലക്ഷ്യത്തെ കാട്ടുക. ഈ ലോകമോ പരലോകമോ ചൊല്ലണം. രാമബാണം വ്യർത്ഥമാകില്ലൊരിക്കലും. ഇത്രയും ചൊന്നതു കേട്ടു ഭൃഗുരാമൻ: ഐഹിക കർമ്മത്തിൽ ബന്ധമില്ലെങ്കിലും 7 വട്ടം നടത്തിയ ക്ഷത്രിയ ഹിംസതൻ പാപം കഴുകിക്കളയുവാൻ
ചെയ്താനൊരു വർഷം ഭൂവിൽ പ്രദക്ഷിണം തീർത്ഥാടനമൊപ്പം സജ്ജന സംഗമം പിന്നീടു ചെയ്ത കഠിന തപസ്സതും കൊണ്ടു ലഭിച്ചൊരു ശ്രീയും മഹത്തരം തന്നെ വൈഷ്ണവ തേജസ്സിനേറ്റൊരു നഷ്ടത്തെ ഓർത്തുടൻ ദുഃഖസമേതനായി സപ്തർഷിയായി ഭാവി മന്വന്തരമതിയിലെത്താൻ തപസ്സിനായി നിശ്ചയിച്ചു ഹരി. പൂർവവൃത്താന്തം സ്മരിച്ചു സ്തുതി ചെയ്തു വൈകുണ്ഠനാഥനെ ദർശിച്ചു രാമനിൽ. ശ്രീ പരശുരാമൻ പറഞ്ഞു, പരശുരാമൻ ശ്രീരാമനെ ഭഗവാൻ ഹരി എന്ന നിലയ്ക്ക് സ്തുതിക്കുകയാണ്. തൻ്റെ തേജസ് അപ്പോൾ കൊടുത്തിരിക്കണം, കാരണം മഹാബ്രാഹ്മണനായിട്ട് മാത്രം സ്തുതിക്കുകയാണ്. ശ്രീ പരശുരാമൻ പറഞ്ഞു, ഓം ആജാനുബാഹുവാം രാമ ജഗന്നാഥ പുണ്യപുരാണ പുരുഷ നമിപ്പു ഞാൻ. സൃഷ്ടിസ്ഥിതി ലയ ഹേതുവാമങ്ങൻ്റെ ബാല്യത്തിൽ ഞാൻ ചെയ്ത തീവ്ര തപസ്സിനാൽ പ്രത്യക്ഷനായി ചക്രതീർത്ഥക്കരയിലായി നാരായണനാം ചതുർബാഹുബാലകൻ ശംഖുചക്ര ഗദ പങ്കജധാരിയായി നിസ്വാർത്ഥനെത്തിപ്പറഞ്ഞു അനുഗ്രഹം. ശ്രീ ഭഗവാൻ പറഞ്ഞു, ബ്രാഹ്മണ ശ്രേഷ്ഠ, ഞാൻ പ്രീതനായി തവ തീവ്ര തപസ്സിൻ ഫലം തരുന്നു മുത. നിന്നുടെ അച്ഛനെ ചിത്രവധം ചെയ്ത ഹേഹയരാജനെ കൊല്ലണമിപ്പോഴേ. എന്നംശമാകും ഭവാന് തരുന്നു ഞാൻ വൈഷ്ണവ തേജസ് പൂർണ്ണമായിപ്പോഴേ. ദുഷ്ടരാജാക്കളെ കൊന്നു സമാധാനം തീർക്കണം മൂവേഴുവട്ടമീ ഭൂമിയിൽ. ശാന്തമാം ഭൂമിയെ കശ്യപനെ ഗണം ത്രേതായുഗത്തിൽ ഞാൻ പൂർണ്ണാവതാരമായി. ദാശരഥി രാമനാവും എനിക്കൊപ്പം ജാനകിയാവും മിഥിലയിൽ മായയും. അന്നു പരാശക്തി സീതയോടൊപ്പമീ എന്നെ ദർശിക്കവേ വൈഷ്ണവ തേജസ് എന്നിൽ ലയിപ്പിക്കും. പിന്നെ തപസ്സിനായി കൽപ്പാന്തകാലം ഹിമവാനിൽ വാഴണം. അന്നു നാരായണൻ ചൊല്ലിയ പോലൊക്കെ ചെയ്തു ഹരേ രാമ വിഷ്ണോ ജഗൽ പ്രഭോ. ബ്രാഹ്മണദ്വേഷികളായ ഭൂപാലരെ കൊന്നതിനാൽ നേടി ഞാനും മഹാസുഖം. ക്ഷത്രിയർക്കെല്ലാം മനഃശുദ്ധിയും ഭയം ബ്രാഹ്മണ സ്നേഹം ബഹുമാനവും തഥാ. അങ്ങു തൊടുത്ത ശരത്തിൻ്റെ ലക്ഷ്യമായി വിഷ്ണു തേജസ്സേറ്റെനിക്കു വിട തരൂ. ബ്രഹ്മാവു പ്രാർത്ഥിച്ചു ഭൂമി തൻ ഭാരത്തെ തീർക്കുവാൻ മൈഥിലി ഹേതുവുണ്ടാക്കിടും. രാവണ രാക്ഷസ കൂട്ടരെ പിന്നീടു ദേവ കവികളോടൊത്തങ്ങു കൊന്നിടും. ബ്രഹ്മാദികൾക്കും അലഭ്യമാമങ്ങയെ ജന്മാദി ഷഡ്ഭാവമില്ലാത്തതാം തവ മായാപ്രകൃതിക്കു നാഥനായി മാത്രമീ ലീലയാണെന്നതറിയുന്നു ഞാൻ പ്രഭോ. തീയിൽ പുക പോൽ ജലത്തിൽ പത പോലെ സംസാരികൾക്ക് അറിയില്ല വിദ്യയാൽ. ദേഹേന്ദ്രിയ മനസ്സെന്നിവ കൊണ്ടൊന്നും ഓങ്കാര ബ്രഹ്മത്തിൻ നിഷ്കളരൂപവും രാമമനുജ സകല സ്വരൂപവും പൂർണ്ണം അറിയുവാൻ മായ തടസ്സമാം. ഞാനെന്നഹം ബോധം കൊണ്ടി ജീവാത്മാവിൻ ബന്ധമറിയില്ല രാമനെയും തഥാ. ജന്മമസ്തിത്വം വളരൽ പരിണാമം ഒപ്പം ക്ഷയം നാശം ദുഃഖ സുഖാദികൾ ആഹാരം കർമ്മങ്ങൾ നിദ്ര പരമ്പര എല്ലാം തനുവിന് ജീവനല്ല ദൃഢം. അന്ധക്കരണവും പ്രാണനും ദേഹവും ഉള്ളവർക്കില്ല യഥാർത്ഥത്തിൽ ജ്ഞാനവും. ചിത്തുമായുള്ള ജഡത്തിൻ്റെ സംയോഗം ചേതനയോടെ ചലിക്കുന്നു നിത്യവും. പഞ്ചഭൂതങ്ങളാം തീ വായു വെള്ളവും ആകാശവും മണ്ണും ചേരുന്ന പോലതിൽ അന്ധക്കരണമാം ആത്മതത്വങ്ങളും ഇന്ദ്രിയനാഥരാം ദേവതത്വങ്ങളും ചേർത്തു സൃഷ്ടിച്ചു മനുജരെ സംസാര കെട്ടുപൊട്ടിക്കുവാൻ വിജ്ഞാനദീപമായി. സത്സംഗവും നല്ലുപാസനാ ഭക്തിയും സദ്ഗുരുവാക്യം കൊണ്ടുണ്ടാകും ജ്ഞാനവും. രാമനാമത്താൽ ഭഗവത് കൃപ നേടി മായാജയം നേടി മുക്തനായി തീർന്നിടാം. ധർമ്മത്തിലൂന്നിയ ഭക്തർ നിരന്തരം നിർമ്മലമാക്കുന്നു മൂന്നു ലോകങ്ങളും. ഭക്തിയില്ലെങ്കിലോ കൽപ്പവും നിഷ്ഫലം. ജ്ഞാനവും മുക്തിയും ആനന്ദവും തഥാ. ജന്മങ്ങൾ തോറും എനിക്കു തവ പാദഭക്തി തന്നിടണം കാരുണ്യവാരിധേ.
ഭക്തിയുണ്ടാകുവാൻ സജ്ജന സംഘവും സർവം സമർപ്പിത ഭാവവുമേകണേ ഭക്തിദാതാവേ കരുണാനിധേ രാമലോകനാഥ രാമചന്ദ്ര നമോ നമ. പുണ്യപാപങ്ങൾ തൻ തുല്യതയ്ക്കായി രാമായൻ പുണ്യമങ്ങേക്കു ലക്ഷ്യമായി തീരണം. വൈഷ്ണവ ചാപത്തിൽ വെച്ച ശരത്തിൻ്റെ ലക്ഷ്യം മമ കർമ്മബന്ധമായി തീരണം. ഇത്രയും കേട്ടപ്പോൾ ധർമ്മത്തിൻ വിഗ്രഹം ശ്രീരാമൻ ഭാർഗവ രാമനോടോദിനാൻ. ബ്രഹ്മമഹർഷേ ഭൃഗുകുല സത്തമാ സംപ്രീതനായി തവ കാമന സർവവും സാധിപ്പിക്കുന്നു ഞാൻ. സംശയമേ വേണ്ട, സന്തുഷ്ടനായി ഗമിക്കാം തപസ്സിനായി. വീണ്ടും ഋഷി ചൊല്ലി രാമാ ഹരേ പ്രഭോ, എന്നിൽ അനുഗ്രഹമുണ്ടെങ്കിലെപ്പോഴും ഭക്തസംസർഗവും തൃപ്പാദഭക്തിയും രാമസ്മരണയും ജ്ഞാനവിജ്ഞാനവും. ഭക്തിയില്ലെങ്കിലും ഞാൻ ചെയ്തൊരീ സ്തോത്രം ചൊല്ലിയാൽ നൽകണേ സർവർക്കും മുക്തിയെ. സർവർക്കുമേകിടാമെന്നു പറഞ്ഞൊരാ രാമനെ 3 പ്രദക്ഷിണം വെച്ചിട്ടു സാഷ്ടാംഗം വീണു നമസ്കരിച്ചു മുനി പോയി മഹേന്ദ്രഗിരിയിൽ തപസ്സിനായി. ഇത്രയും കണ്ടു ദശരഥ ഭൂപതി ആഹ്ലാദം കൊണ്ടു മതി മറന്നെത്രയും. കണ്ട മരണമുഖത്തിൽ നിന്നും രക്ഷ കിട്ടിയ പോലെ പൊഴിച്ചു ചുടു കണ്ണീർ. സ്വസ്ഥതയാർന്ന മനസ്സുമായി സർവരും യാത്ര തുടർന്നു അയോധ്യയിലെത്തുവാൻ. ദേവതുല്യർ രാമലക്ഷ്മണ ഭരതനും ശത്രുഘ്നനും സ്വസ്വഭാര്യമാർ അമ്മമാർ. ശ്രീ ഗുരുവായൂരപ്പ. മാതാപിതാക്കൾക്ക് സന്തോഷമേകിയും ഒപ്പം രഘുരാമൻ സീതാസമേതനായി വാണു. മഹാവിഷ്ണു ലക്ഷ്മിയുമൊത്തങ്ങ് വൈകുണ്ഠമൊത്തൊരാ സാകേതം തന്നിലായി. കൈകേയി സോദരൻ രാജായുധാജിത്ത് വന്നാനൊരിക്കൽ ഭരത ശത്രുഘ്നരെ കൊണ്ടുപോയി രാജവാത്സല്യം പകരുവാൻ. വാങ്ങി ദശരഥ സമ്മതവും പിതാ ഇന്ദ്രനോടൊപ്പം പുലോമപുത്രി ശചി ദേവമാതാദിതി കശ്യപർ പോലെയും. രാജാ ദശരഥ കൗസല്യാദേവിയും രാമനും സീതയും സ്വർഗത്തിലെന്ന പോൽ. ലോകപാലസ്തുതി ചെയ്യുന്നതാം ഗുണം വിശ്വം പുകഴ്ത്തുന്ന കീർത്തിക്കുടമയും. ലോകജനാനന്ദദേഹത്തിൻ കാന്തിയും ശ്രീമാനാം നിത്യനീ സാക്ഷി ദേവേശനും. മായയ്ക്കു നാഥനാണെങ്കിലും മായയെ താനുമനുസരിക്കുന്നു മനുജനായി. ശ്രീരാമനും സീതാദേവിയും 12 വർഷം അയോധ്യയിൽ വാണു സുഖികളായി. സീതയും രാമനും നിത്യം ഹൃദയത്തിൽ ഭക്ത ഹനുമാൻ സഹിതം വസിക്കണം. ലക്ഷ്മണ ശത്രുഘ്നനൊപ്പം ഭരതനും മോക്ഷപന്ഥാവിൽ നയിക്കേണമെന്നെയും. സർഗം 7 സമാപ്തം. ബാലകാണ്ഡം സമാപ്തം. ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. ജാനകി കാന്തസ്മരണം ജയ ജയ രാമ രാമ. ശ്രീ ആഞ്ജനേയസ്വാമി കി ജയ്. ഹര നമ പാർവതീപതയേ ഹര ഹര മഹാദേവ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് അയോധ്യാകാന്ഡം